നമസ്കാരം. കേരളം മുഴുവൻ കുംഭമേളയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. കുംഭമേളയെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ പലരും ചോദിക്കേണ്ട. എന്താണ് കുംഭമേള? മാഘ മഹോത്സവത്തിൻ്റെ പ്രാധാന്യം എന്താണ്? എന്താണ് തിരുനാവായയുടെ പ്രാധാന്യം? എന്താണ് തിരുനാവായ തന്നെ ഇപ്രാവശ്യം കുംഭമേള നടക്കുന്നത്? ഇത് ആദ്യമായിട്ട് നടക്കുകയാണ്, മുമ്പ് നടന്നിട്ടുണ്ടോ? ധാരാളം ചോദ്യങ്ങൾ. അപ്പോൾ ഓരോ ചോദ്യത്തിനായിട്ട് നമുക്ക് ഓരോ വീഡിയോയിൽ ഉത്തരം പറയാം. ആദ്യം എന്താണ് കുംഭമേള? കുംഭമേളയുടെ പ്രാധാന്യം എന്താണ്? ഒരു കഥ ഇതിന് പിന്നിലുള്ളത്, ദേവാസുര യുദ്ധം, അമൃതിന് വേണ്ടിയുള്ള ദേവാസുര യുദ്ധം കഴിഞ്ഞ് അമൃത് കിട്ടിയ സമയത്ത്, അമൃത് കൊണ്ടുപോകുന്ന സമയത്ത് 4 തുള്ളി അമൃത് ഭാരതത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പതിച്ചു. ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക്, പ്രയാഗ്രാജ്. ഈ 4 സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ട് കുംഭമേളകൾ നടക്കുന്നത്. എപ്പോഴാണ് കുംഭമേള എന്ന് ചോദിച്ചാൽ, സൂര്യൻ ചില പ്രത്യേക രാശിയിൽ നിൽക്കുമ്പോഴാണ്. ആ സമയത്ത് മഹാസന്യാസിമാർ വന്ന് സ്നാനം ചെയ്യുന്നു. പ്രപഞ്ചത്തിൻ്റെ ശക്തമായ ചില ഊർജങ്ങൾ അവിടെ സമ്മേളിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ആ സമയത്ത് ഉണ്ടായിരിക്കുക, ആ സമയത്ത് സ്നാനം ചെയ്യുക എന്നുള്ളത് വളരെ പുണ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കുംഭമേളകൾ നടക്കുന്നത്. അതേപോലെ ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നതാണ് തിരുനാവായ, ഭാരതപ്പുഴയിലും ഈ സമയം മാഘമഹോത്സവം, മൗനി അമാവാസിക്ക് തുടങ്ങി മാഘ പൗർണമിക്ക് തീരുന്ന മാഘമഹോത്സവം ആ സമയത്ത് അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ വലിയ പുണ്യമാണ്. വീണ്ടും നമുക്ക് കാണാം. നമസ്കാരം.